ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11 അധ്യായം അതിൻ്റെ 43 വാക്യം. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. കർത്താവായ യേശു ക്രിസ്തു ലാസറിന്റെ കല്ലറയിൽ വന്നപ്പോൾ ഉള്ള അവസ്ഥയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. യേശു ലാസറിന്റെ കല്ലറയിലേക്ക് വരുമ്പോൾ ലാസറിന്റെ സഹോദരിയായ മാർത്ത പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവ് നാറ്റം വെച്ചു, 4-ാമത്തെ ദിവസമാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാർത്ത പറയുന്നത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. എന്നാൽ യേശു പറയുന്നൊരു കാര്യമുണ്ട്. കല്ല് ഉരുട്ടി മാറ്റാൻ യേശു കൽപ്പിക്കുന്നു. അങ്ങനെ യേശു ഒരു കൽപ്പന കൊടുക്കുമ്പോൾ ലാസറെ പുറത്തു വരിക എന്ന ഒരു കൽപ്പനയിൽ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ സഹായത്തോടെ ലാസറിനെ ഉയർപ്പിച്ച് പുറത്തു കൊണ്ടുവരുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മരിച്ച് നാറ്റം വെച്ച് 4-ാമത്തെ ദിവസമായാലും കർത്താവായ യേശു ക്രിസ്തു വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ലാസറിന് പുറത്തു വന്നേ മതിയാവുകയുള്ളൂ. ലാസർ പുറത്തു വരുമ്പോൾ കയ്യും കാലുമൊക്കെ അവന്റെ ശീലകളാൽ കെട്ടപ്പെട്ട ഒരവസ്ഥയിലാണ് നമുക്കിവിടെ കാണുന്നത്. റൂമാൽ കൊണ്ട് മുഖം മൂടിയിരിക്കുന്ന ഒരു അനുഭവം. കെട്ടപ്പെട്ട അവസ്ഥയോടെ ലാസർ പുറത്തേക്ക് വരികയാണ്. മരിച്ചവനെ ഉയർപ്പിക്കുന്നവനായ ദൈവം. ഇവിടെ നമുക്ക് കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് മരിച്ചവനെയും മരിച്ച അവസ്ഥയെയും ജീവിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത് യേശു ലാസറിനെ വിളിച്ച് ഉയർപ്പിച്ചു കൊണ്ടുവരുമ്പോൾ അവന്റെ കെട്ടപ്പെട്ട അവസ്ഥയിലേക്ക് നോക്കി യേശു പറയുന്നൊരു കാര്യമുണ്ട്. ആ കെട്ടപ്പെട്ട അവസ്ഥയെ യേശു ക്രിസ്തു അത് റിലീസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കും മാറ്റുന്നതായിട്ട് നമുക്ക് കാണുന്നത്. അവന്റെ കെട്ടപ്പെട്ട ശീലകൾ അവനിൽ നിന്നും അഴിക്കപ്പെടുന്ന ഒരവസ്ഥയിലാണ് കാണുന്നത്. യേശു കല്ലറയിൽ വരുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. അതുപോലെ തന്നെ മരിച്ച അവസ്ഥയിൽ നിന്ന് ജീവൻ വെപ്പിക്കുന്നവനായ ക്രിസ്തു കെട്ടപ്പെട്ട അനുഭവത്തെ സ്വതന്ത്രമാക്കുന്ന അനുഭവത്തിലേക്ക് മാറ്റുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ഇവിടെ തരുന്ന ഒരു വലിയ ദൈവിക സന്ദേശം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ ഏത് വിഷയത്തിനകത്ത് ആശയം അറ്റ അവസ്ഥയിലാണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് വിടുതൽ കൊണ്ടുവരുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. മരിച്ച അവസ്ഥയിൽ നിന്ന് വിടുവിക്കുന്നവനായ ദൈവം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ ആശയറ്റ അനുഭവത്തിലാണെങ്കിൽ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ അനുഭവത്തിൽ നിന്നും അവന്റെ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നവനാണ് യേശു ക്രിസ്തു. കെട്ടപ്പെട്ട ശീലകളെ അഴിക്കുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ ഒരു വ്യക്തിയോട് പറയും, നീ ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെ കെട്ടപ്പെട്ട ഒരു കഴുതയെ കാണാൻ സാധിക്കും. ആ കെട്ടപ്പെട്ട ആ കഴുത ആ അവസ്ഥയിൽ നിന്നും ആ കഴുതയെ ആ വ്യക്തി റിലീസ് ചെയ്യുന്നു. ആ കെട്ടപ്പെട്ട അവസ്ഥയെ അഴിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന യേശു എന്ന് പറയുന്നത് കെട്ടപ്പെട്ട അനുഭവത്തെ അഴിക്കുന്നവനാണ്, അല്ലെങ്കിൽ സ്വതന്ത്രമാക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ഇവിടെ കഴുതിയെ ഒരു കയറുകൊണ്ട് കെട്ടിയിരിക്കുകയാണ്. എന്നാൽ യേശു പറയുമ്പോൾ ആ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും അതിനെ സ്വതന്ത്രമാക്കുന്നവനാണ് ദൈവം. ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവത്തെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ലാസറിന്റെ ഉയർപ്പിലൂടെ നമ്മൾ കാണുന്നത് പല കാര്യങ്ങളാണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു.
കെട്ടപ്പെട്ട ബന്ധനങ്ങളെ അഴിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുപോലെ തന്നെ ആശയറ്റ, മരിച്ച് നാറ്റം വെച്ച അവസ്ഥകൾക്ക് തുല്യമായ അവസ്ഥകളിൽ നിന്നും ജീവനിലേക്ക് കൊണ്ടുവരുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏതവസ്ഥയിൽ നിന്നും ആശയറ്റുപോയ അവസ്ഥയാണോ, മരിച്ചു നാറ്റം വെച്ച് ആശയറ്റുപോയ അവസ്ഥയാണോ, എന്നാൽ അതിനെ ജീവനിലേക്ക് കൊണ്ടുവരുന്നവനായ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ആശയറ്റ പല ജീവിതത്തെ നമുക്ക് കാണുവാൻ സാധിക്കും വചനത്തിനകത്ത്. ലാസറിന്റെ കല്ലറയിൽ കൂടെ മാത്രമല്ല, ഡെക്കോപോലിത്ത എന്ന് പറയുന്ന നാട്ടിൽ ഒരു മനുഷ്യൻ ഒരു ഭ്രാന്തനായിട്ട് ജീവിക്കുകയാണ്. ചങ്ങലകളാലൊക്കെ കെട്ടപ്പെട്ട് ഭ്രാന്തനായി അവൻ ഓടുകയാണ്. എന്നാൽ യേശു ആ ഗ്രാമത്തിനകത്ത്, ആ സ്ഥലത്തേക്ക് വരുമ്പോൾ ആ വ്യക്തിയെ സ്വതന്ത്രനാക്കി. അവന്റെ കെട്ടപ്പെട്ട ചങ്ങലകളെ സ്വതന്ത്രമാക്കി അവനെ സുബോധമുള്ള മനുഷ്യനാക്കി മാറ്റും. ആ ഭ്രാന്തന്റെ ജീവിതത്തിന്റെ കെട്ടപ്പെട്ട അനുഭവത്തെ മാറ്റുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ചങ്ങലകളെ പൊട്ടിക്കുന്നവനായ ദൈവം, ചങ്ങലയുടെ ബന്ധനങ്ങളെ അഴിക്കുന്നവനായ ദൈവത്തെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെയും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട അനുഭവത്തിൽ നിന്നും സ്വതന്ത്രമായ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയും. യേശു എന്ന് പറയുന്നത് ബന്ധനങ്ങളെ അഴിക്കുന്നതാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് എന്തിനാണ്? ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എന്തിനാണ്? ബന്ധനങ്ങളെ അഴിക്കുവാനാണ്. നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. നുകം എന്ന് പറയുന്നത് കാളയിൽ വെച്ചുകെട്ടി ബന്ധിക്കപ്പെട്ടതാണ്. അനേക നാളുകളായി ആ കാളയെ ബന്ധിക്കപ്പെട്ട ബന്ധനമാണ് ഒരു നുകം എന്ന് പറയുന്നത്. എന്നാൽ ആ നുകത്തിന്റെ അമിക്കയറുകൾ അഴിച്ചു കഴിഞ്ഞാൽ കാളകൾ സ്വതന്ത്രമായി പോകും. ഇത് കാണുന്നത് എന്താണ്? കെട്ടപ്പെട്ട കാളകളെ സ്വതന്ത്രമാക്കുന്നത് കാണുന്നത് നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുന്നവനായ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ഈ പാരമ്പര്യ ബന്ധനങ്ങളെ അഴിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. നുകത്തിന്റെ ചങ്ങലകൾ എന്ന് പറയുന്നത് അനേക കാലഘട്ടങ്ങളായി മനുഷ്യന്റെ കുലങ്ങളെയും കുടുംബജീവിതത്തെയും മനുഷ്യന്റെ ജീവിതത്തിനെയും പാരമ്പര്യമായ ജീവിതത്തിനെയും എല്ലാത്തിനെയും നുകത്തിന്റെ ചങ്ങലകൾ പോലെ ബന്ധിക്കപ്പെട്ട ആ ചങ്ങലകളുടെ അവസ്ഥകളിൽ നിന്ന് പൊട്ടിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. കെട്ടപ്പെട്ടതിനെ സ്വതന്ത്രമാക്കുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. നുകത്തിന്റെ ചങ്ങലകളെ അഴിക്കുന്നവനായ ദൈവം, പാരമ്പര്യ ബന്ധനങ്ങളെ അഴിക്കുന്നവനായ ദൈവം. അപ്പോസ്തലന്മാർ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരുന്നു. എന്നാൽ അവർ പാടി ആരാധിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നിട്ട് കാരാഗ്രഹം കുലുങ്ങുന്ന അനുഭവത്തിലേക്ക് വന്നു. കൊടിയ കാറ്റടിക്കുന്ന അനുഭവത്തിലേക്ക് അവർ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചപ്പോൾ ആ കാരാഗ്രഹം കുടുങ്ങി. അവരുടെ ചങ്ങലകളൊക്കെയും അഴിയുന്ന അനുഭവം, സ്വതന്ത്രമാക്കപ്പെടുന്ന അനുഭവം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ലാസറിന്റെ കെട്ടപ്പെട്ട ശീലകളെ അഴിക്കുന്നവനായ ദൈവം. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ ചങ്ങലകളെ പൊട്ടിച്ചവനായ ദൈവം. ആരാധന എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനോടായിരിക്കണം. യേശുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ കെട്ടപ്പെട്ട ചങ്ങലകളെ സ്വതന്ത്രമാക്കിയതുപോലെ മനുഷ്യന്റെ ജീവിതത്തിന്റെ നുകത്തിന്റെ ചങ്ങലകളായ കെട്ടപ്പെട്ട അനുഭവത്തിലെ അതിനെ സ്വതന്ത്രമാക്കുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. ഇവിടെയെല്ലാം കാണുന്നത് എന്താണ്? മനുഷ്യന്റെ ആശയറ്റ ജീവിതത്തെ ആശയുള്ള ജീവിതമാക്കുന്നതാണ് ദൈവം എന്ന് പറയുന്നത്. മനുഷ്യന്റെ കെട്ടപ്പെട്ട ചങ്ങലകളെ അഴിക്കുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. റൂസോ എന്ന് പറയുന്ന ചരിത്രത്തിലെ ഒരു വ്യക്തി പറയുന്ന ഒരു കാര്യമാണ്, മനുഷ്യൻ ജനിക്കുന്നുവെങ്കിലും അവൻ ചങ്ങലകളിലാണ്. കാരണം മനുഷ്യൻ ജനിക്കുന്നെങ്കിലും അവന് ബന്ധനങ്ങളുണ്ട്. മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യത്തിന്റെ ബന്ധനങ്ങൾ
മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാം, അതിനെയൊക്കെ തകർത്ത് സ്വതന്ത്രമാക്കുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. വചനം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ശിംശോന്റെ ജീവിതമാണ്. ശിംശോൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവുള്ളതായിരുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളത് കൊണ്ട് ശത്രുവിന് ശിംശോനെ പിടിച്ചടക്കുവാൻ കഴിഞ്ഞില്ല. കാരണം ശത്രുവിനെ തകർക്കുന്ന അഭിഷേക ശക്തിയുള്ളവനായിരുന്നു ശിംശോൻ എന്ന് പറയുന്നത്. ശിംശോനെ ഒരിക്കൽ ശത്രുക്കൾ ചണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ കയറുകൾ പോലത്തെ ചണങ്ങൾ കൊണ്ട് കെട്ടി മുറുക്കി ശിംശോനെ ബന്ധനത്തിലാക്കി. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് തീയായി ഇറങ്ങി വന്ന ആ ചണത്തെ ദഹിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ശിംശോന്റെ ബന്ധിക്കപ്പെട്ട കൈകളെ സ്വതന്ത്രമാക്കി ശത്രുവിനെ സംഹരിക്കുന്ന അനുഭവത്തിലേക്ക് വന്നു. ഇവിടെ കാണുന്നത് എന്താണ്? ശത്രു മനുഷ്യന്റെ ജീവിതത്തെ ബന്ധിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അഭിഷേക ശക്തി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവന്റെ ജീവിതത്തിനകത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവന്റെ ബന്ധിക്കപ്പെട്ട ചങ്ങലകളെയും ബന്ധിക്കപ്പെട്ട കയറുകളെയും ബന്ധിക്കപ്പെട്ട സകല മേഖലകളെയും സ്വതന്ത്രമാക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കാണുവാൻ സാധിക്കും. യേശു ക്രിസ്തുവിന്റെ ആത്മാവെന്ന് പറയുന്നത് ബന്ധിക്കപ്പെട്ടതിനെ സ്വതന്ത്രമാക്കുന്നവനാണ്. ശിംശോന്റെ കയ്യിലെ ബന്ധിക്കപ്പെട്ട ചണത്തെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെട്ടപ്പോൾ അത് തീയിൽ കത്തിച്ചു കളഞ്ഞ് ശിംശോനെ സ്വതന്ത്രമാക്കി. ബന്ധിക്കപ്പെട്ട ശിംശോനെ സ്വതന്ത്രമാക്കി. ഇവിടെയെല്ലാം കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു ഒരു വ്യക്തിയുടെ ഭവനത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ അവന്റെ ബന്ധിക്കപ്പെട്ട സകല അവസ്ഥകളെയും മാറ്റിക്കളയും. സക്കായി എന്ന് പറയുന്ന വ്യക്തി ചുങ്കം പിരിക്കുന്നവനായിരുന്നു. അവൻ അങ്ങനെ പാപത്താൽ ബന്ധിക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഈ വ്യക്തിയുടെ വീട്ടിനകത്തേക്ക് വരുമ്പോൾ, സക്കായിയുടെ വീട്ടിനകത്തേക്ക് വരുമ്പോൾ, അവൻ ബന്ധിക്കപ്പെട്ട അവന്റെ പാപബന്ധനമായ ചുങ്കം പിരിച്ച് അനീതിയിൽ താൻ ഉണ്ടാക്കിയ സമ്പത്തിന്റെ അവസ്ഥയിൽ പാപത്തിന്റെ കെട്ടപ്പെട്ട അനുഭവത്തെ കർത്താവായ യേശു ക്രിസ്തു ആ ഭവനത്തിനകത്ത് വരുമ്പോൾ സക്കായി എന്ന് പറയുന്ന ചുങ്കക്കാരൻ അവൻ മാനസാന്തരപ്പെട്ട് ചതിയുമായി മേടിച്ചതൊക്കെ മടക്കി കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, ആ തീരുമാനമെടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് സക്കായി മാറുകയാണ്. അങ്ങനെ പാപത്താൽ ബന്ധിക്കപ്പെട്ട ആ സക്കായിയെ കർത്താവായ യേശു ക്രിസ്തു അവന്റെ വീടിനകത്ത് വരുമ്പോൾ സ്വതന്ത്രമാക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. കെട്ടപ്പെട്ട പാപത്തെ മാനസാന്തരത്തിലേക്ക് അഴിക്കുന്നവനാണ് ദൈവം. മാനസാന്തരത്തിലേക്ക് മാറ്റുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. യേശു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുമ്പോൾ, യേശു ഒരു മനുഷ്യന്റെ ഭവനത്തിനകത്ത് കടന്നു വരുമ്പോൾ അവന് കെട്ടപ്പെട്ട അവന്റെ പാപബന്ധനത്തെ അഴിച്ച് അവനെ സ്വതന്ത്രമാക്കുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. ഇവിടെയെല്ലാം നമുക്ക് കാണുന്നത് എന്താണ്? കെട്ടപ്പെട്ടതിനെ അഴിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. കെട്ടപ്പെട്ട ബന്ധനങ്ങളെ അഴിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ അവന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു നിറഞ്ഞ് ആ ദൈവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ലാസറിന്റെ കെട്ടപ്പെട്ട ശീലയെ അഴിച്ച് അവനെ സ്വതന്ത്രമാക്കിയതുപോലെയും ശിംശോന്റെ കെട്ടപ്പെട്ട അവസ്ഥയെ സ്വതന്ത്രമാക്കിയതുപോലെയും സക്കായുടെ കെട്ടപ്പെട്ട പാപത്തെ സ്വതന്ത്രമാക്കിയ അനുഭവത്തെ പോലെയും എല്ലാം ഒരു സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു നമ്മെ മാറ്റും. അതുകൊണ്ട് ആ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ലാസറിന്റെ മരിച്ച അവസ്ഥയെ മാറ്റി കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് സ്വതന്ത്രമാക്കിയതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളെയും സകല ബന്ധനങ്ങളെയും അഴിച്ച് കർത്താവായ യേശു ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കും എന്നൊരു വലിയ സന്ദേശമാണ് നമുക്ക് ഇന്നത്തെ ഈ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.